എനിക്ക് സൗണ്ടിന്റെ ഒരു ഇത് കൊണ്ട് കേൾക്കുന്നത്. സ്പൂണ് ശരിയായിട്ടുള്ള വരും കയറി വരും വരും നല്ലൊരു കൈ എടുക്കൂ. സ്പൂണ് എന്നുള്ള ഉത്തരം നിങ്ങൾ ഓരോ ചോദ്യത്തിനും ഉത്തരത്തിനും ഇവിടെ പോകരുത്. നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ എന്തെങ്കിലും ഓരോരുത്തരെയായിട്ട് നമുക്ക് പരിചയപ്പെടാം. അടുത്ത എന്റെ സെക്കൻഡ് ചോദ്യം, രണ്ടാമത്തെ ചോദ്യം പുരുഷന്മാരോടാണ് എന്റെ ചോദ്യം. ഗാന്ധിജി കാണാത്ത ഒരു പട്ടണമുണ്ട്, ഏതാണ് ആ പട്ടണം? പുരുഷന്മാരോടാണ് ചോദ്യം. ഗാന്ധിജി കാണാത്ത ഒരു പട്ടണമുണ്ട്, ഏതാണ് ആ പട്ടണം? അറിഞ്ഞൂടെ? അറിഞ്ഞ വീട്ടിൽ പോകും. ഗാന്ധിജി കാണാത്ത ഒരു പട്ടണമുണ്ട്, ഏതാണ് ആ പട്ടണം? കുസൃതി ചോദ്യമാണ്. കൈവയ്ക്കാൻ മതി, ഉത്തരം പറയാം. പറയൂ. വെള്ളം പോ എങ്ങോട്ടായിട്ട് തരുമോ? വളപട്ടണോ? വളപട്ടണോ എന്നുള്ള ഉത്തരം പൊട്ടത്തെറ്റാണ്. അവിടെ പോയിരുന്നോ? തെങ്കാശിപ്പട്ടണം ശരിയായിട്ട് ഉത്തരം. കരുതുക, തെങ്കാശിപ്പട്ടണം എന്നുള്ള ഉത്തരം കറക്റ്റ് ആയിട്ടുള്ള. ഗാന്ധിജി കാണാത്ത ഒരു പട്ടണമുണ്ട്, ഏതാണ് പട്ടണം? കറക്റ്റ് ഉത്തരവാണ്. അപ്പൊ എന്റെ 2 ചോദ്യങ്ങൾ പൂർണ്ണമാകുന്നു. 2 ഉത്തരങ്ങളും 2 വ്യക്തികളും വേദിയിലേക്ക്. എന്റെ മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കുന്നു. മൂന്നാമത്തെ ചോദ്യം, പേരിൽ തലയുള്ള ഒരു ജീവിയുണ്ട്, ഏതാണ് ജീവി? സ്ത്രീകളോടാണ് ചോദ്യം. പേരിൽ തലയുള്ള ഒരു ജീവിയുണ്ട്, പേരിൽ തലയുള്ള ഒരു ജീവിയുണ്ട്, ഏതാണ് ജീവി? മുതല എന്നുള്ള ഉത്തരം ശരിയായിട്ടുള്ള ഉത്തരം. കറക്റ്റ് ഉത്തരം. കൈയെടുത്ത് കൊടുക്കുക. മുതല എന്നുള്ള ഉത്തരം. എന്റെ 3 ചോദ്യങ്ങൾ പൂർണ്ണമാകുന്നു. 3 ഉത്തരങ്ങളും. എന്റെ 4ാമത്തെ ചോദ്യം കുസൃതി ചോദ്യമാണ്. പുരുഷന്മാരോടുള്ള എന്റെ 4ാമത്തെ ചോദ്യമാണ്. ശ്രദ്ധിക്കുക. ആണുങ്ങൾക്ക് 1 പെണ്ണുങ്ങൾക്ക് 2 ഒരു കാര്യമുണ്ട്, ഏതാണ് കാര്യം? പുരുഷന്മാരുടെ ചോദ്യം. ആണുങ്ങൾക്ക് 1 പെണ്ണുങ്ങൾക്ക് 2 ഒരു കാര്യമുണ്ട്. പായോ പാവിരിച്ച് പോയി വീട്ടിൽ പോയി കിടക്കല്ലേ? എന്നുള്ള ഉത്തരം കറക്റ്റ് ഉത്തരം. അങ്ങനെ എന്റെ 4 ചോദ്യങ്ങൾ, 4 ഉത്തരങ്ങൾ, 4 വ്യക്തികൾ വേദിയിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇനി എന്റെ ലാസ്റ്റ് 2 ക്വസ്റ്റ്യനും കൂടെ ബാക്കി നിൽക്കുന്നു. അടുത്ത എന്റെ ചോദ്യം പുരുഷന്മാരോടാണ്. കുസൃതി ചോദ്യമാണ്. ശ്രദ്ധിക്കുക. കാണുമ്പോൾ പോകുമ്പോൾ താഴും. പുരുഷന്മാരുടെ ചോദ്യം. കാണുമ്പോൾ പോകുമ്പോൾ താഴും. ഏതാ? അതെ, എന്ന് ഒന്നാമത്തെ കാര്യം, എനിക്ക് എന്റെ കണ്ണിലോട്ട് ലൈറ്റിരിക്കുന്നത് വീട്ടത്തൊക്കെ പോയെന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായി. ഒന്നുകിൽ അടുത്തോട്ട് വരിക, അല്ലെ ഞാൻ അങ്ങോട്ട് വരാം. പറയാം. ചെക്ക് പോസ്റ്റ് ശരിയായിട്ടുള്ള. ആ കൊച്ചിനെ അവിടെ കൊടുത്തിട്ട് വാ. ചെക്ക് പോസ്റ്റ് എന്നുള്ള ഉത്തരം എന്റെ കറക്റ്റ് ഉത്തരമാണ്. ഇനി ലാസ്റ്റ് എന്റെ ചോദ്യം സ്ത്രീകളോടുള്ള എന്റെ ചോദ്യമാണ്. സ്ത്രീകൾ അണിയാത്ത ഒരു വളയുണ്ട്, ഏതാണ് ആ വള? സ്ത്രീകളോടാണ് ചോദ്യം. പുരുഷന്മാർ ഉത്തരം പറയരുത്. വരൂ. ഇനി ആ ചുരുക്കത്ത് ഫോണിലേക്ക് അടുത്ത സെഗ്മെന്റിൽ നമുക്ക് ഉത്തരം ഇപ്പൊ വരും. അപ്പൊ എനിക്ക് 2 മണിക്കൂർ വേണേ. അപ്പൊ നമുക്ക് ഇതുവരെയൊന്ന് പരിചയപ്പെടണം. 2 മണിക്ക് ഏതാണ്? ആകാശവാണി. പറയൂ. അവസാനമായി കണ്ട ചിത്രം ഏതാണെന്നാണ് ചോദിച്ചത്. ടിവിയിലായ തിയേറ്ററിലേതാ? നാക്ക് തെറ്റി കാണിക്കുന്നു. പാമ്പ. ലാസ്റ്റ് സിനിമ കണ്ടതാണ് ടർബോ. പുതിയ സിനിമകൾ കാണുന്ന ആളാണ്. നല്ലൊരു കൈ കൊടുക്കട്ടോ. അപ്പൊ ഇത് വേറെ സംഭവമൊന്നുമല്ല. ഞാനിവിടെ ഒരു ഓഡിയോ ക്ലിപ്പ് കേൾപ്പിക്കും. അതിനുശേഷം നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് വരാം. എന്താണ് എന്നുള്ളത് നമുക്ക് അടുത്ത ഇതിൽ പറയാം. ഒരു ഓഡിയോ ക്ലിപ്പ്, ഞാൻ മനോഹരമായ ഒരു ഓഡിയോ. ഇപ്പോൾ പോകണ്ട. അതെന്താ ഞാൻ പോയാല്? പോകണ്ടെന്നല്ലേ പറഞ്ഞത്? അയോഗ്യ നായേ. ശരിയല്ല, ശരിയല്ല. അയോഗ്യനായേ. അയോഗ്യനായെന്നോ? അയോഗ്യനായെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം തികഞ്ഞവനാണ്. അയോഗ്യനായേ. ഇന്നേക്ക് ദുർഗാഷ്ടമി. ഉന്നതം കൊന്ന് ഒരു രക്തത്തെ കുടിച്ച്. രക്തമൊക്കെ ഷെയ്ക്ക് കുടിക്കുന്നത്. ഓങ്കാരം നടന്ന മാടിരുമേ. അപ്പൊ ലാസ്റ്റ് അയ്യോ നല്ലൊരു കൈ കൊടുക്ക്. അടിപൊളി. ഓക്കെ, സന്തോഷമായി. ഇങ്ങോട്ട് മാറിക്കും. ഞാൻ ഇങ്ങോട്ട് വരും. മൈക്ക് പിടിക്കും. തട്ടത്തിൽ മറയത്തേക്ക് വരും. ഇപ്പൊ നമ്മൾ മനോഹരമായ ഒരു പുറത്ത് വരും. ആ മൈക്ക് കൊടുത്തു. ഈ മൈക്ക് പിടിച്ചു. ഇപ്പൊ നമ്മൾ മനോഹരമായിട്ടുള്ള അടിപൊളി ഓഡിയോ ക്ലിപ്പ് കേട്ടു. ഇനി നമുക്ക് മറ്റൊരു ഓഡിയോ ക്ലിപ്പ് കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. ഏത് ചിത്രത്തിലാണെന്ന് അറിയാലോ? മോഹൻലാലിനെ എല്ലാവർക്കും അറിയാം. അത് ഏത് ചിത്രത്തിലെയാണ്?
ആറാം തമ്പുരാൻ എന്ന സിനിമയിൽ മഞ്ജു വാര്യരും ലാലേട്ടനും കൂടെ കണ്ടുപിടുന്ന അടിപൊളി മനോഹരമായ സീനാണ് കണ്ടത്. ഇത് മഞ്ജു വാര്യരും ഇത് മോഹൻലാലാണ്, പക്ഷെ രാവണപ്രഭുവിന്റെ അച്ഛൻ മോഹൻലാലായി പോയി. അപ്പോ ഡയലോഗ് ഞാൻ പറഞ്ഞു തരാം, അത് കേട്ട് പറയാം. അപ്പോ ഡയലോഗ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യും. ആരാ ചോദിച്ചു കേട്ടില്ലേ? ആരാ ചോദിച്ചു കേട്ടില്ലേ? ആരാ? ഓ കറക്റ്റ്. ഞാനൊരു വഴിപോക്കൻ. ഇത് പൊതുവഴിയല്ലല്ലോ. ഈ ചുറ്റമ്പലത്തിന് എന്താ കാര്യം? പൊഴിവഴിയോ? ഇത് പൊഴിവഴിയല്ലേ? ഇത് പൊതുവഴിയല്ലല്ലോ. ചുറ്റമ്പലത്തിന് എന്താ കാര്യം? പറയൂ. ഇത് ഇതൊക്കെ ചോദിക്കാൻ നമ്മളാണോ? അതല്ലല്ലോ ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം. ഞാൻ എന്താണ് ഈ കാണുന്നത്? അത് തന്നെയാണ് ഞാൻ എന്നെ കാണുന്നത്. അഴിഞ്ഞു വീണ കേശഭാരം. കേശവന്റെ അല്ല, അഴിഞ്ഞു വീണ കേശഭാരം. വാക്കിലും നടത്തത്തിലും അനുഭവപ്പെടുന്ന ദൈവിക ഭാവം. എന്നൊക്കെ പറയണമെങ്കിൽ കാണുന്നവൻ കണ്ണുപൊട്ടനായിരിക്കണം. ഇതൊരുമാതിരി വെള്ളരിക്കണ്ടതിലെ കണ്ണേറ് പോലെ. ഇതൊരുമാതിരി വെള്ളരിക്കണ്ടതിലെ കണ്ണേറ് പോലെ. വെള്ളരിക്കണ്ടത്തിലെ കോലത്തെ അടിച്ചടിക്കാരിയാണോ? അളിച്ചോ? എന്നിട്ടും അളിച്ചല്ല, കോലത്തെ അടിച്ചുതലിക്കാരിയാണോ? ഈ ചുറ്റമ്പലത്തിൽ തായതുകൊണ്ട് ഉണ്ണിമായ ഇതിനുള്ള മറുപടി പറയണില്ലെന്നുണ്ടോ? ഓ അല്ലേ? ഓ അല്ലോ. ഈ ചുറ്റമ്പലത്തിൽ തായതുകൊണ്ട് ഉണ്ണിമായ ഇതിനുള്ള മറുപടി പറയണില്ല. ഈ ചുറ്റമ്പലത്തിൽ വെച്ചായിട്ട് ഉണ്ണിമായ മറുപടി പറയണില്ല. അതേതാണോ ഞാൻ അറിയാത്തൊരു ഒരു തമ്പുരാട്ടി? അതാണാവോ ഞാൻ അറിയാത്തൊരു തമ്പുരാട്ടി? ആരാണാവോ ഞാൻ അറിയാത്തൊരു തമ്പുരാട്ടി? കയ്യിൽ മൊബൈൽ ഫോണിന്റെ വൈബ്രേറ്റർ ഇട്ടിട്ടുണ്ടോ? കണ്ടമാനം പറയും. പല ബ്രാൻഡും എല്ലാം മാറിയതാണെന്ന് അറിയാണ്ട്. ഓക്കെ, നല്ല രീതി ചെയ്തു. ഒരു മനോഹരമായ കൈ കൊടുക്കും. ഓക്കെ, അടിപൊളി. അവർ രണ്ടുപേരും കൊടുക്കണം. ഇനി വരും. ഓക്കെ, താങ്ക് യു. വരും, സമ്മാനമുണ്ട്. വരും. തീർച്ചയായും വരും. ഇപ്പുറത്ത് വരും. ഇത് നമ്മൾ മനോഹരമായ 2 സ്പൂഫ് നമ്മൾ കണ്ടു. ഇത് സാധാരണ നമ്മൾ പഴയ സിനിമാ കാലഘട്ടങ്ങളിൽ നിരവധി നമ്മൾ തോക്കിൽ നിന്ന് പോകുന്ന ബുള്ളറ്റ്, അതായത് നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സൗണ്ട് കേൾക്കാറുണ്ട്. പല സിനിമയിലും പല ഇപ്പോഴത്തെ ട്രെൻഡുകൾ മാറിയപ്പോൾ, കാലഘട്ടങ്ങൾ മാറിയപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്, അതായത് നമ്മൾ വെടിവെക്കുമ്പോഴുള്ള സൗണ്ടിൻ്റെ ഒരു രീതിയെ മാറി. അപ്പോൾ പഴയ കാലത്തെ ശബ്ദങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ ഏകദേശം പഴയ കാലത്ത് വെടിവെക്കുന്നതിൻ്റെ ആ ഒരു ശബ്ദം എങ്ങനെയാണെന്നറിയാലോ? ഏകദേശം നമ്മൾ നസീറും ജയനും ഒക്കെ അഭിനയിച്ചിരുന്ന കാലഘട്ടങ്ങളിൽ ആ സൗണ്ടാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഇവിടെ ഞാനൊരു ടീം തരികയാണ്. താങ്കളുടെ കാമുകിയായിരുന്നു, എന്താണ് പേര്? ഇനി ഒരു നിമിഷം, ഇത്രയും കാലം നീ എൻ്റെ കൂടെ എന്നെ ചതിച്ചു, ഇനി ഒരു നിമിഷം നീ ഇവിടെ ജീവിച്ചിരുന്നു കൂടാ എന്ന് പറഞ്ഞ ശേഷം താങ്കൾ ഈ ശബ്ദത്തിൽ വെടിവെക്കുകയാണ്. ഇത്രയും പറഞ്ഞു. അതായത് ഇങ്ങനെ, ഇത്രയും കാലം നീ എൻ്റെ കൂടെ നിന്ന് എന്നെ ചതിക്കുകയായിരുന്നു, ഇനി ഒരു നിമിഷം നീ ജീവിച്ചുകൂടാ. ഇതാണ് നമ്മുടെ സംഭവം. ഓക്കെ, റെഡി? അപ്പൊ വെടിവെച്ച് കിട്ടുമ്പോ അതിന്റെ എക്സ്പ്രഷൻ കാണിക്കണം. ഓക്കെ, ഇത്രയും കാലം നീ എന്റെ കൂടെ ജീവിച്ചിരുന്നു. അതല്ലേ നേരത്തെ അമ്പലം പറമ്പിലൊക്കെ വെടിവെച്ചിട്ടുണ്ടല്ലോ, ഇല്ലല്ലേ? ഓക്കെ, അപ്പൊ റെഡി. ഓക്കെ, ഒന്നുകൂടെ വീണ്ടും ഒരു ഡയലോഗ് ശരിയല്ലോ? ഒന്നുകൂടെ. ഓക്കെ, ഡയലോഗ്. ഇത്രയും കാലം നീ എന്റെ കൂടെ ജീവിച്ചു, എന്നെ ചതിച്ചു, ഇനി ഒരു നിമിഷം നീ ജീവിച്ചുകൂടാ. ഇത്രയും കാലം നീ എന്റെ കൂടെ എന്നെ ചതിച്ചു, ഇനി ഒരു നിമിഷം നീ ജീവിച്ചുകൂടാ. വെടിവെക്കുന്നു. ഇത്രയും കാലം നീ എന്റെ കൂടെ ചതിച്ചു, ഇനി ഒരു നിമിഷം കൂടെ നീ എന്നെ ജീവിച്ചുകൂടാ. തിരിച്ച് വെടിവെട്ടു. ഇനി തിരിച്ച് ഇനി അതേ ഡയലോഗ് തിരിച്ച്. ഇത്രയും കാലം നീ എന്റെ കൂടെ എന്നെ ചതിച്ചു, ഇനി ഒരു നിമിഷം നീ ജീവിച്ചുകൂടാ. ഓക്കെ, റെഡി? ഇത്രയും കാലം നീ എന്റെ കൂടെ നിന്ന് എന്നെ ചതിച്ചു, ഇനി ഒരു നിമിഷം നീ ജീവിച്ചുകൂടാ. ഇത്രയും നാൾ നീ എന്റെ കൂടെ നിന്ന് എന്നെ ചതിച്ചു, ഇനി നീ ഒരു നിമിഷം ജീവിച്ചുകൂടാ. ആ വെടി ശരിയായോ? ഇല്ലല്ലോ. ആ ബുള്ളറ്റ് അത്ര കറക്റ്റ് ആയിട്ടില്ല. നമ്മൾ കാഞ്ചി വലിക്കുമ്പോൾ കുറച്ചുകൂടെ പവറാണ്. ഡയലോഗ്. ഇത്രയും കാലം നീ എന്നോട് നിന്ന് എന്നെ ചതിച്ചു, നീ ഒരു നിമിഷം ജീവിച്ചുകൂടാ. ഈ മൈക്ക് പറയാം, അതാകുമ്പോ തോക്കിന് നല്ല ശബ്ദം കിട്ടും. ഇത്രയും കാലം നീ എന്നോട് നടന്ന് എന്നെ ചതിച്ചു, ഇപ്പോഴോട്ട് കയറി. അല്ല, വെടികൊള്ളുന്ന എക്സ്പ്രഷൻ. ഇങ്ങോട്ട് വേണ്ട അണ്ണാ, ഇങ്ങോട്ട് വേണ്ട, ഇവിടെ വാ. ഇത്രയും കാലം നീ എന്നോട് നടന്ന് എന്നെ ചതിച്ചു, ഒരു നിമിഷം നീ ജീവിച്ചിട്ട്. വെടികൊള്ളുന്ന നല്ല ജീവനുള്ള ആളാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ സമ്മാനത്തിലേക്ക് പോവാം. മനോഹരമായ ഈ പെർഫോമൻസ് ഇഷ്ടമായ